നമ്മുടെ ഞാൻ അറിയുന്ന ഒരു പക്ഷേ ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾ പലരും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ ജോലി ചെയ്യുന്ന മഹല്ലിലെ ഒരു സഹോദരി അദ്ദേഹത്തിന് വിളിക്കുകയാണ്. ആ സഹോദരി അദ്ദേഹത്തിന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഉസ്താദേ, ആരോടും പറയാൻ വയ്യ, കുടുംബത്തിൽ പറയാൻ വയ്യ, അയൽവാസികളോട് പറയാൻ വയ്യ, ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണം. എന്താണ്? ഉമ്മ കുറച്ച് ദിവസമായിട്ട് ഒരുതരം മാനസികമായ പ്രശ്നമെന്നോ അല്ലെങ്കിൽ ആള് വയലൻ്റായിട്ട് സംസാരിക്കുന്നോ എന്തോന്നറിയില്ല, ഉമ്മാക്ക് ഒരു തങ്ങളോടുള്ള ഭ്രമം വല്ലാതെ അങ്ങോട്ട് കൂടിയിട്ട് ഉമ്മ പറയാം, എനിക്ക് പുതിയ തുണിയും കുപ്പായ എടുത്തു തരണം, ഡ്രസ്സ് എടുത്തു തരണം, കുറച്ച് കാശ് വേണം, ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒരു തരം മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ മാനസിക വിഭ്രാന്തി? അതിങ്ങനെ ഇത് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ഓൺലൈൻ പരിപാടി കണ്ടുകൊണ്ടിരിക്കലാണ്. ഇപ്പം ഉമ്മ അതിനുണ്ട് അഡിക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ അഡിക്റ്റ് ആയെന്ന് മാത്രമല്ല, ഇപ്പം ഇങ്ങനത്തെ ഒരു വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളോടൊക്കെ കാശ് ചോദിക്കുക, എനിക്ക് പുതിയ ഡ്രസ്സ് വേണം, ഞാൻ പെട്ടെന്ന് തങ്ങളെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉസ്താദ് എന്താ പറഞ്ഞിട്ട്, നിങ്ങൾ മുഷാവർക്ക് കത്ത് കൊടുക്കുന്നോ? ഉസ്താദ് പറഞ്ഞു, തൽക്കാലങ്ങൾ ആ ഫോണൊക്കെ ഒന്ന് വാങ്ങിക്കാൻ പറ്റും നോക്ക്, ആ ഫോൺ വാങ്ങി വെക്ക്, ഈ കാണലെന്ന് കുറച്ചാൽ തന്നെ കുറേ ഈ ഭ്രാന്ത് കുറയും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ചില ഓൺലൈൻ മജ്ലിസുകളെ കുറിച്ചാണ് ഈ SKSF-ൻ്റെ നേതാവ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ പറയുന്നത്, ചില ഉമ്മമാർ ഇങ്ങനെ ഓൺലൈൻ മജ്ലിസ് ഇങ്ങനെ കണ്ടിട്ട് ഈ മൊബൈലിലേക്ക് ഇതിങ്ങനെ നോക്കിയിരുന്നിട്ട് ആകെ പഴച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ മുഷാവറിനെ കൊണ്ടൊരു ഫത്വ ഇറക്കിപ്പിക്കുക എന്നുള്ളതല്ല, മൊബൈലുണ്ട് വാങ്ങി വെച്ചിട്ട് ആ ഉമ്മാനങ്ങൾ അങ്ങോട്ട് രക്ഷപ്പെടുത്തി കളയും എന്നുള്ള ഒരു നിലപാടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഉമ്മാനം മാത്രമല്ല ഇപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റുക. ഒരുപാട് ഉമ്മമാർ ഈ വിവരക്കേടിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒക്കെ ഇതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു ഭാഗം കൂടി കേൾക്കാം. ആ ഫോൺ വാങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞു. ഫോൺ വാങ്ങി വെച്ചപ്പോൾ ഈ സഹോദരി വയലൻ്റ് ആകുക, വയലൻ്റ് അക്രമോത്സുകമായിട്ട് പെരുമാറുക. അതിന് കാരണം എന്താണെന്നറിയോ? ഈ ഓൺലൈൻ മജ്ലിസുകളിൽ അധികവും ശൈത്താനിയത്താണ്. ശൈത്താനെ സേവിക്കുന്ന ആളുകളുടെ ആ ഒരു ഇതാണ്, അതിൻ്റെ ഷെർ ഉണ്ടാവും. എന്നിട്ട് അക്രമോത്സവമായിട്ട് പെരുമാറുന്ന ഇതിൻ്റെ ഒക്കെ ഒരു സമനില തെറ്റുന്ന സ്വഭാവത്തിലേക്ക് എത്തിയപ്പോൾ ഇതിനെ വേറൊരു മകളുടെ വീട്ടിലേക്ക് മാറ്റി. കാര്യമില്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല. വേറൊരു മകളെ വീട്ടിലേക്ക് മാറ്റിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഷെറിൽ പെട്ടുപോയതല്ലേ. എന്നിട്ട് അവിടെ പോയിട്ട് എന്താ ഉണ്ടായത് കാക്കുവോ? കാരണം അയൽവാസികളൊക്കെ അറിഞ്ഞാൽ അതിൻ്റെതായൊരു അപമാന ഭാരം ഉണ്ടല്ലോ. അങ്ങനെ വീണ്ടും ഇതിങ്ങനെ രൂക്ഷമാകുന്നു. ഫോണ് കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നു കണ്ടപ്പോൾ വീണ്ടും ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് ഇതുകൊണ്ടൊന്നും പരിഹാരമാകുന്നില്ല. ഇവിടെയാണ് ഈ ഉമ്മത്തിന് ഷർറ് പറ്റിയത്. ഇവിടെ ബാഫക്കിത്തങ്ങളെക്കുറിച്ച് ഒരു ചരിത്രത്തിൽ ഒരു വിഷയം കേട്ടിട്ടുണ്ട്. ഒരാൾ വന്നുകൊണ്ട്, ബാഫക്കിത്തങ്ങളുമായിട്ട് അടുപ്പമുള്ള ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ മകന് ചില അസ്വാഭാവികതയുണ്ട്, അവന് എന്തൊക്കെയോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ബാഫക്കിത്തങ്ങൾ എന്ന് പറയുന്ന മഹാരഥനായ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു കാലഘട്ടത്തെ ശക്തിയും മാർച്ചവുമായിരുന്ന അബ്ദുറഹ്മാൻ ബാക്കഫി തങ്ങൾ പറഞ്ഞത്, ഇന്നജ്ജിങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോരെ, ഞാൻ നൂലൂതി കെട്ടിത്തരാം, അല്ലെങ്കിൽ വള്ളം ഊതിയിട്ട് മൂത്ത് വെച്ചാൽ തരാമെന്നൊന്നുമല്ല പറഞ്ഞത്. കുതിരവട്ടത്ത് ഒരു പുതിയൊരു ഡോക്ടർ വന്നിട്ടുണ്ട്. എന്തോ അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്ത് ശാന്താറാം എന്നോ മറ്റോ പേരുള്ള ഒരു പ്രഗത്ഭനായ പേര് കേട്ട ഒരു മാനസിക രോഗവിദഗ്ധൻ കുതിരവട്ടത്ത് ചാർജ് എടുത്ത ആ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് മരുന്നും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ആ അസുഖത്തിന് ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കണമെന്ന് നോക്കുക. കാലഘട്ടം മാറി ഇവരിലേക്ക് ഈ ശിർക്കും ബിദഅത്തും വല്ലാത്ത അതിപ്രസരം ഉണ്ടായപ്പോൾ എന്താണ് ഇവർക്കൊക്കെ വന്നിട്ടുള്ളതെന്ന് നോക്കാം. പെരിന്തൽമണ്ണയിലെ പ്രമുഖനായ ഒരു ഡോക്ടർ നമ്പർ കൊടുത്തു. വളരെ കറക്റ്റ്. അപ്പോൾ ഇതിലും സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. എന്നാൽ ഈ ഓൺലൈൻ മജ്ലിസുകാർ എന്താ ചെയ്യുക? നിങ്ങളൊരു കാര്യം ചെയ്യും, കയ്യും കാലും കൂട്ടിക്കെട്ടിയിട്ട് ഇവിടെ കൊടുന്ന് നമ്മുടെ മജ്ലിസിൻ്റെ പിന്നിൽ കൊടുന്നിട്ടോളിയും, ഇത് ഇങ്ങനെ കേട്ടിട്ട് അങ്ങനെ മാറിക്കൊള്ളുന്നേ പറയുള്ളൂ. അതല്ലേ ഇപ്പോൾ ഏർവാടിയിൽ നടക്കുന്നത്, അതല്ലേ ഇപ്പോൾ ഇവരുടെ പല ഭാഗങ്ങളിലും ഇളക്ക ചികിത്സക്കാരുടെ അടുത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞത് അത് വളരെ കറക്റ്റായി. എന്നിട്ട് പ്രമുഖനായ ഒരു ഡോക്ടർ നമ്പർ കൊടുത്തു. ആ ഡോക്ടറെ ഈ സഹോദരിയുടെ ഈ മകൾ ഫോണിൽ വിളിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ തിരിച്ചു ചോദിച്ചത് എന്താണെന്ന് അറിയോ? ഇത് അറിവിൻ നിലാവാണോ അതോ നൂറെ ഹബീബാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നെങ്കിലും അറിവിൻ നിലാവ് അല്ലെങ്കിൽ നൂറെ ഹബീബ്.
അപ്പൊ എന്നാ നൂറെ മദീനക്ക് ഇതൊന്നുമില്ലേ? ഉണ്ട്, മദനീയം അതിലുണ്ട്. അതിലൊക്കെ ഈ ശൈത്താനിയെ തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർക്ക് അറിയുന്ന 2 കാര്യങ്ങളാണ് ചോദിച്ചത്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, ഡോക്ടർ തിരിച്ച് പെരിന്തൽമണ്ണയിലെ ഡോക്ടറാണ്. ഡോക്ടർ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പരിചയമുള്ള ഒരു വ്യക്തിബന്ധമുള്ളവരായിരിക്കും. ഈ സംഭവം പറഞ്ഞ ഉടനെ ഡോക്ടർ തിരിച്ചു ചോദിച്ച ചോദ്യം ഇതാണ്: ഇത് അറിവിൻ നിലാവാണോ നൂറെ ഹബീബാണോ? അറിവിൻ നിലാവിന്റെ ആണി നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നൂറെ ഹബീബാണ്. നൂറെ ഹബീബ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു വലിയ ഒരു തട്ടിപ്പാണ്. ഒരു സഹോദരൻ കുറച്ച് ഡീറ്റെയിലുകൾ അയച്ചു തന്നിട്ടുണ്ട്. 6666 രൂപ വെച്ചുകൊണ്ട് 2020 മുതൽ ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് സ്വരൂപിച്ചിട്ടുള്ളത്. എന്നിട്ട് എവിടെയൊക്കെയോ 2 കോടിയുടെ 3 കോടിയുടെയൊക്കെ സ്ഥലമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ തട്ടിപ്പാണ് എന്നുള്ളതാണ് ആ സഹോദരൻ പറഞ്ഞു തന്നത്. അതിൻ്റെ കുറേ ഡീറ്റെയിലുകളും തെളിവുകളും നമ്മളുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അത് സംബന്ധമായിട്ട് ഒരു വീഡിയോ പരമ്പര നമുക്ക് തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുവാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് ഇവിടെ നിന്ന് പോയി അലൈനിൽ പോയിട്ട് ഒരു ബിസിനസ്സിൽ ഒപ്പിട്ടിട്ട് നേരം വെളുക്കുമ്പോൾ തിരിച്ചു പോരുന്ന സിസ്റ്റത്തിൽ അലൈനിൽ തുടങ്ങിയ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യമൊക്കെ പറയണമെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞാണ്. ഇൻഷാ അല്ലാ സംബന്ധമായിട്ട് എന്തായാലും വീഡിയോ വരുന്നുണ്ട്. കുറച്ചുകൂടി തെളിവുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ വിഷയത്തിൽ ഒന്നുകൂടി കേൾക്കാം. മോള് പറഞ്ഞു ഇത് നൂറെ ഹബീബാണ്. നൂറെ ഹബീബിന്റെ പ്രാന്താണ് വല്യമാക്ക് കൂടിയിട്ടുള്ളത് മോൾക്ക് മനസ്സിലായി. എന്നിട്ട് എന്നാ നാളെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നു. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. ഈ നൂറെ ഹബീബിൻ്റെ ഒക്കെ ഇന്നും അവല് സുബൈക്ക് കേൾക്കുന്ന ചില താത്തമാരെ എനിക്കറിയാം. അത് എവിടെ എന്തെന്ന് ഇനി വിശദീകരിക്കണില്ല. അതുപോലെ താത്തമാരുടെ അടുത്തൊക്കെ പറയാനുള്ളത്, ഇങ്ങക്കും നാളെ വരാനുള്ള അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നീച്ചാൻ പറ്റാത്ത കാലത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കണം. നെറ്റ് കഴിഞ്ഞാൽ ഇത് കേട്ടിട്ടില്ല, ഇങ്ങക്കും ഈ പിരാന്തൊക്കെ ഇളക്കുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. പറയും. നാളെ വരാൻ വേണ്ടി പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞ് ആവശ്യമായ ഉപദേശം കൊടുത്ത് ഡോക്ടർ പറഞ്ഞയച്ചപ്പോൾ തിരിച്ച് അയച്ചപ്പോൾ ഈ മോളോട് പറഞ്ഞത്രേ, നൂറെ ഹബീബിൻ്റെ നമ്പറിൽപ്പെട്ട 10ാമത്തെ ആളാണ് നിങ്ങൾ ഉമ്മ. പറഞ്ഞു കേട്ടില്ലേ? അതായത് 10ാമത്തെ മെന്റൽ പേഷ്യൻ്റ് ആണ് ഈ ഉമ്മ എന്നുള്ളതാണ്. ഇത് എന്ന് നടന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? കുറേ മുമ്പ് നടന്നതാണ്. അപ്പോൾ ഈ ഡോക്ടറെ അടുത്തേക്ക് ഇപ്പോൾ നൂറെ ഹബീബ് ഭ്രാന്തുമായിട്ട് എത്ര എണ്ണം ചെന്നിട്ടുണ്ടാവും? പൊന്നാര ജനങ്ങളെ, നിങ്ങളെ സമ്പത്തും അതുപോലെ തന്നെ മാനസിക ആരോഗ്യവും ഒക്കെ സൂക്ഷിച്ചോളിയും. ഉമ്മമാരുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചാനലുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഗുണമൊന്നുമില്ല, ഷെർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ലോഡ് ഷെർ നിങ്ങൾക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കി കേൾക്കാം. ഇതൊക്കെ കണ്ടും അനുഭവിച്ചും ഞാനിപ്പോൾ ഇതൊരു പൊതുവേദി ആയതുകൊണ്ട് ഇത്രേ പറയുന്നു. അദ്ദേഹം പറഞ്ഞത് കേട്ടോ, ഞാനൊരു പൊതുവേദി ആയതുകൊണ്ട് ഇത്രയേ പറയുന്നുള്ളൂ, ഇതിലേക്കും വലിയ ഷെറുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, പുറത്തു കൊണ്ടുവരാൻ ഇൻഷാ അല്ലാ. ഇതിനേക്കാൾ മസാല ചേർത്ത് പറയാൻ എൻ്റെ അടുത്തുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് പറയണ്ടേ. മസാല ചേർത്ത് പറയാനുള്ളത് കുറച്ചുണ്ട്, അത് നിങ്ങൾ പറയണ്ട. ഈ SKSF പോലെയുള്ള വേദികളിൽ പറയണ്ട, അത് ഞങ്ങൾ പറഞ്ഞോളാം. മസാല ചേരാണ്ട് തന്നെ ഉള്ള മസാല വ്യക്തമായിട്ടും വൃത്തിക്കൊണ്ട് പറഞ്ഞാൽ പോരെ. ആ മസാലകളൊക്കെ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. ഒരാളെ അപമാനിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും മോശമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടില്ല. പക്ഷെ ഏത് കാര്യമാണെങ്കിലും അതിൻ്റെ ഒക്കെ ഒരു നേരും നെറിയും തിരിച്ചറിയാതെ എന്തിനും കയറി തൂങ്ങുന്ന, എന്തിനും താങ്ങി നടക്കുന്ന ഒരു വൃത്തികേട്ടിലേക്കൊന്നും നമ്മൾ ആളുകൾ പോകാൻ പാടില്ല. ഇനി പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആളുകൾ കംപ്ലീറ്റ് അതിലേക്ക് പോയിക്കണോ? ഈ പറയപ്പെട്ട സമ്പത്തിൻ്റെ ആ ഒരു കാര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ചില ആളുകൾ തുടങ്ങുന്ന ഇതുപോലെയുള്ള ആത്മീയ ചൂഷണങ്ങൾ, ആത്മീയ മജ്ലിസുകൾ, ഇതുപോലെയുള്ള ഓൺലൈൻ ആത്മീയ വാണിഭങ്ങൾ, അതിലേക്ക് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആ കൗമിലെ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികളാണ്, കൂടുതൽ നില ഒക്കെ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളപ്പം നിൽക്കുമോ? പറയും. അത് ഗൗരവത്തിൽ തിരിച്ചറിയണം. ഇവിടെ തങ്ങന്മാരില്ലാത്തൊരു ദാരിദ്ര്യം കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിക്കണില്ല. ഈ കേരളത്തിന് മാത്രമല്ല ഈ തങ്ങന്മാര് പറയുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തും മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ. ഓൽക്കൊന്നും തങ്ങന്മാരില്ലാത്ത ദാരിദ്ര്യം ഒരു ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അപ്പ വേണം തങ്ങന്മാര്. തങ്ങന്മാരെയും കൊണ്ടാണല്ലോ അപ്പം നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്. എന്നിട്ട് ദുആ ചെയ്തു തരാനോ ആത്മീയമായ നേതൃത്വം കൊടുക്കാനോ ആളില്ലാത്തൊരു ദാരിദ്ര്യാവസ്ഥയിലൊന്നും അല്ല നമ്മളുള്ളത്. എന്തിനാ ഈ ദുആ ചെയ്തു തരാൻ കൂലിക്കാര്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ദുആ ചെയ്തുകൂടെ? സ്വയം ദുആ ചെയ്തിട്ടാണ്ട് ശീലിക്കുങ്ങളെ. അല്ല പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കും, ഞങ്ങൾക്ക് ഉത്തരം ചെയ്യാന്നല്ലേ അല്ലേ? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. അല്ല പറഞ്ഞിക്കണോ നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞങ്ങൾക്ക് ഉത്തരം ചെയ്യാ. ഇത് പഠിപ്പിച്ചു കൊടുക്കും പോലെയരെ. എന്നിട്ട് ആളെണ്ണം കൂടിയ പ്രശ്നമുള്ളൂ. അതിനിടയിലാണ് ഇങ്ങനെയുള്ള വളരെ അപകടകരമായ തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ
അതിനൊന്നും അനാവശ്യമായ കയ്യൊപ്പ് ചാർത്തി കൊടുക്കാതെ വളരെ ഗൗരവത്തിൽ ഇത്തരം വിഷയങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. ഇതിനൊന്നും ഇപ്പൊ സമസ്ത മുഷാവറ എന്താ ഇനി പോകാനൊന്നുമില്ല, ഒക്കെ പോയി കഴിഞ്ഞു, അപകടത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇതുപോലെയുള്ള ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതിന്റെ ചോട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ, ഇവിടെ ഒരു മദ്രസ ഉദ്ഘാടനത്തിന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നതും അതിന്റെ ഒപ്പം നൂറെ ഹബീബ് ഹാമിദ് ആറ്റക്കോയ പോയതൊക്കെയാണ് അതിന്റെ ചോട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ. അതെങ്ങനെ സംഭവിച്ചെന്നറിയോ? ഇയാൾക്ക് വീണ്ടും ഈ പൊതുസമൂഹത്തിലേക്ക് ഒരു എൻട്രി വേണം. അതിനു വേണ്ടിക്കൊണ്ട് ഇയാൾ 15 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് 15 ലക്ഷത്തിൽ കൂടുതൽ മുടക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. 15 ലക്ഷത്തിന്റെ ഒരു ബിൽഡിംഗ്, ഒരു മദ്രസ ബിൽഡിംഗ് ഇയാൾ കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കയറ്റാൻ നിൽക്കുന്ന സമയത്ത് ആദ്യമായി കൊണ്ട് അയാൾ പറയുന്നത് ഈ മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ അധ്യക്ഷൻ നിർവഹിക്കണം, അവിടുത്തെ മുഖ്യ പ്രഭാഷണം നൂറെ ഹബീബായ ഞാനും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഗ്രിമെന്റ് വെച്ചിട്ടാണ് ആ 15 ലക്ഷത്തിന്റെ ബിൽഡിംഗ് കയറ്റി കൊടുക്കുന്നത്. അങ്ങനെ അതിന്റെ ഉദ്ഘാടനത്തിന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നൂറെ ഹബീബാണ് മുഖ്യ പ്രഭാഷണം. മൂപ്പരിക്ക് എന്ത് നൂറെ ഹബീബ്? മൂപ്പരിക്ക് മുസ്ലിം ലീഗ് ഇല്ലാണ്ടായാൽ മതി, അത്രേ ഉള്ളൂ മൂപ്പരേക്ക് ആവശ്യം. അല്ലെങ്കിൽ ഉമർ ഫൈസിന് അദ്ദേഹം നിലം കയർത്തട്ടെ, അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതല്ല നമ്മളുടെ വിഷയം വേറെയാണ്. ഇവിടെ ഈ ഒരു ഇതിലേക്ക് വരികയും അവിടെ ഉദ്ഘാടനം നിർവഹിക്കുകയൊക്കെ ചെയ്ത ആ വീഡിയോ ആണ് ചോട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ SKSF-ന്റെ ഒരു നേതാവ് ഈ ഒരു ആത്മീയ ചൂഷകർക്കെതിരെ, അതും 10ാമത്തെ ആളെയാണ് അദ്ദേഹം അന്ന് വർഷങ്ങൾ മുമ്പ് പറഞ്ഞതാണിത്. ഇത് 100 1000 കടന്നിട്ടുണ്ടാവും ഇപ്പോൾ ഈ മെന്റൽ കേസുകൾ. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ഈ സമസ്തയുടെ തലപ്പത്തിരിക്കണ മുഷാവറാങ്ങെന്നും പറഞ്ഞാൽ പോരാ, അധ്യക്ഷനാണല്ലോ, 40-ൽ ഒന്നാമനാണല്ലോ അദ്ദേഹം, ഈ ഇതുപോലെയുള്ള ആത്മീയ ചൂഷകരുടെയൊക്കെ പിന്നാലെ പോണത് എന്നുള്ളത് തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ആദർശങ്ങൾ. ഇവർക്ക് മുതലുണ്ടാക്കിയാൽ മതി, പണമാണ് ഇവരുടെ ദൈവം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, നൂറെ ഹബീബ് ഹാമിദ് ആറ്റക്കോയയുടെ പല തലങ്ങളിലുള്ള തട്ടിപ്പുകളും ഇൻഷാ അല്ലാഹ് കാണിക്കുവാനുണ്ട്. വലിയൊരു മാഫിയ അയാളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഭൂമാഫിയയുടെയും അതുപോലെ തന്നെ മറ്റു പല മാഫിയകളുടെയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ മസാല കാര്യങ്ങൾ ആരും പ്രതീക്ഷിച്ചിരിക്കൊന്നും വേണ്ട. അത്തരം മസാലകൾ പറയാനുള്ള ഒരു സമയമല്ല, ഇനി വരാൻ പോകുന്ന റംസാൻ കാര്യങ്ങളാണ്. അപ്പോൾ മസാല നമുക്ക് റംസാൻ കഴിഞ്ഞിട്ട് നോക്കാം. അല്ലാത്ത തട്ടിപ്പുകളൊക്കെ നമുക്ക് കുറച്ചൊന്ന് പുറത്തു കൊണ്ടുവരാനുണ്ട്. ഇൻഷാ അല്ലാഹ് വെയിറ്റ് ചെയ്യുക. കുറച്ചുകൂടി തെളിവുകൾ കിട്ടുവാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ച് കിട്ടിയത് മാത്രം ഇട്ടാൽ പോരാ, ഒന്നും കൂടി അത് ഇടപെടലും ഒന്ന് തീരുമാനമാക്കി കൊടുക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എൻ്റെ ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.